ഹായ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അടിമത്തവുമായി ബന്ധപ്പെട്ട് നടന്ന സംവാദത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം പാർട്ട് 2 ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സംവാദത്തിലെ ഒരു സംവാദകനായ ഷമീർ ഭായിൻ്റെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശകലനമാണ് നമ്മൾ ചെയ്തത്. ആ വീഡിയോ കാണുകയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ രേഖപ്പെടുത്തുകയും അറിയിക്കുകയൊക്കെ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സത്യസന്ധമായി ഈ ഒരു വീഡിയോയിലും തുടർന്നുള്ള ഭാഗങ്ങൾ കഴിവിൻ്റെ പരമാവധി വളരെ ചുരുക്കി തന്നെ വിശദീകരിക്കാൻ ശ്രമിക്കാമെന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോ 52 മിനിറ്റ് ആയതുകൊണ്ട് ഈ വീഡിയോ കുറച്ചുകൂടി ചുരുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആ ഒരു സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ലിയാഖത്ത് ഭായി ആ സംവാദവേദിയിൽ അവതരിപ്പിച്ച വിഷയാവതരണത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ്. ഏതെങ്കിലും ഭാഗങ്ങൾ അഥവാ എൻ്റെ അശ്രദ്ധ മൂലം വിട്ടുപോകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് കമൻറ്റ് ബോക്സിലൂടെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ സൂചിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീടുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്നതാണ്. മനഃപൂർവ്വമായി ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു സംവാദകൻ്റെ ഏതെങ്കിലും പോയിൻ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് ആരെങ്കിലും സംരക്ഷിക്കുന്നൊരവസ്ഥയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാനത് പറയാനുള്ള കാരണം, നമ്മളുടെ പാർട്ട് 1 വീഡിയോ ഇറങ്ങിയതിന് ശേഷം ആ വീഡിയോ കണ്ട ശേഷം ഒരു 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു നമ്മുടെ സംവാദകനായിട്ടുള്ള ഷമീർ ഭായി വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം വോയിസുകളിലൂടെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ അദ്ദേഹം സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം വിഷയം അവതരിപ്പിച്ചപ്പോൾ ഏതോ ഒരു സബ്ജക്റ്റ്, വളരെ പ്രധാനമുള്ളൊരു ഏതോ ഒരു സബ്ജക്റ്റ് പറഞ്ഞിരുന്നുവെന്നും ഞാനത് ഈ വിശകലനം നടത്തിയ വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഉണർത്തുകയുണ്ടായി. അപ്പോൾ അത് സംഭവം ഏതാണെന്ന് പിന്നീടുള്ള വോയിസുകളിൽ അദ്ദേഹം പറയുകയും ആ ഒരു സംഭവം ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള വിഷയങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം അഡ്വാൻസായിട്ട് പറഞ്ഞത്. ഇനി നേരെ നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ലിയാഖത്ത് ഭായി വിഷയാവതരണത്തിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്ന വിഷയം സംവാദത്തിൽ എത്തരുത് എന്ന് ചിലർ ഷാഠ്യം പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും. യഥാർത്ഥത്തിൽ ഈ അടിമത്തം എന്ന് പറയുന്ന സബ്ജക്റ്റ് സംവദിക്കാനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ആ സംവാദം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു അനിശ്ചിതത്വം അതിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനെ എത്ര ന്യായീകരിച്ച് പുട്ടിയടിച്ച് വെളുപ്പിച്ച് കുളിപ്പിച്ച് എടുത്താലും ഇത് അട്ടയെ പിടിച്ച് മെത്തയ്ക്ക് എടുത്തിയാൽ കിടക്കില്ല എന്ന് പറഞ്ഞതുപോലത്തെ ഉള്ള ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ ഇത് എന്താ പറയുക, സംവാദത്തിലേക്ക് എത്താതിരിക്കാനുള്ള അതിൻ്റെ കുറേ റീസൺസ് ലിയാഖത്ത് ഭായി തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പല വീഡിയോകളിലും അങ്ങനെ പറയുന്നതൊക്കെ കേട്ടു. ഓരോ ആളുകൾ പകരം മറ്റൊരാളെ മതിയോ, അല്ലെങ്കിൽ വേറെ ആളെ വിടണോ, അല്ലെങ്കിൽ അത് ഓൺലൈനിലൂടെ ആക്കണോ, അങ്ങനെ പല പല റീസണുകൾ പറഞ്ഞിട്ട് ഇത് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ നടക്കാതിരിക്കുക എന്നൊരു പോയിന്റിലേക്ക് അവസാനം ഈ സംവാദകനായ ഷമീർ ഭായി എത്തിയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തിയിരുന്നു. ആ സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. അത് എന്താണ് അതിൻ്റെ കൃത്യമായ ഒരു സംഭവം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല. അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും അവർ ആ സംവാദത്തിലേക്ക് വന്ന വഴികളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിശദീകരണ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും സംവാദം നടക്കുകയും അത് വളരെ ഭംഗിയായി അവസാനിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷമീർ ഭായിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു അടിമത്തം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, അത് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ അതിനെ നല്ലൊരു മനോഹരമായ ഒരു സംഭവമാക്കി മാറ്റാനൊക്കെ അദ്ദേഹം കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ആ ശ്രമത്തെയൊക്കെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. അപ്പം അത് ലിയാഖത്ത് ഭായ് പറഞ്ഞത് അങ്ങനെ ഒരു ഷാഠ്യമുള്ളതുപോലെ അദ്ദേഹത്തിന് ഷമീർ ഭായിൻ്റെ വിഷയാവതരണം കഴിഞ്ഞപ്പോൾ തോന്നിയത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമതായിട്ട് ലിയാഖത്ത് ഭായ് പറഞ്ഞത് ഷമീറിനെയും ഷമീറിൻ്റെ കൂടെ വന്ന സുഹൃത്തിനെയും അഭിനന്ദിക്കുന്നതായിട്ട് പറഞ്ഞു. പിന്നെ ലിയാഖത്ത് ഭായ് മെയിനായിട്ട് പറഞ്ഞത് മൂന്നാമത്തെ കാര്യം ഖുർആനിലെ 16:71, 16:75, 16:76, 6:115. ഖുർആനിലെ 16:71 16-ാമത്തെ അധ്യായം 71-ാമത്തെ ആയത്ത്, 16-ാമത്തെ അധ്യായം 75-ാമത്തെ ആയത്ത്, 16-ാമത്തെ അധ്യായം 76-ാമത്തെ ആയത്ത്, പിന്നെ 6-ാമത്തെ അധ്യായം 115-ാമത്തെ ആയത്ത്. അത് അവിടെ ലിയാഖത്ത് ഭായ് കേൾപ്പിക്കുകയാണ് ചെയ്തത്. അത് ലിയാഖത്ത് ഭായ് അവിടെ കേൾപ്പിക്കുന്ന ആ ഒരു സംഭവം സത്യത്തിൽ ഞാൻ ചിരിച്ചുപോയി. കാരണം ഇത് മുമ്പ് ഈ ഒരു ടെക്നിക്ക് ആരോ പ്രയോഗിച്ചതായിട്ട് നമ്മൾ മുമ്പ് നമ്മുടെ ഓർമ്മകളിലുണ്ടല്ലോ. അപ്പോൾ അന്നത്തെ എന്താ പറയുക, ആ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മധുര മനോഹരമായിട്ട് പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലിങ്ങും ഭയങ്കര ഒരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അത് എന്നെപ്പോലെ പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പരിശുദ്ധ ഖുർആൻ അങ്ങനെ മനോഹരമായി ഓതുന്ന ആ ഒരു സംഭവം ഒരു സംഗീതമാണല്ലോ. ആ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ചില ആളുകൾക്ക് വെസ്റ്റേൺ സംഗീതം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനൊക്കെ കഴിയും. പക്ഷേ ചില ആളുകൾക്ക് അത് പറ്റാത്ത അവസ്ഥയുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ അറബിക് മ്യൂസിക്കുകളോട് ചെറുപ്പം മുതലേ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖുർആൻ മനോഹരമായി അതിൻ്റെ എന്താ പറയുക തജ്വീദിൻ്റെ നിയമങ്ങളോട് കൂടി പാരായണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതുന്ന ആ ഒരു സംഭവത്തൊക്കെ വളരെ ഇഷ്ടമാണ്. എൻ്റെ പഠന കാലഘട്ടത്തിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇസ്ലാമിക് സ്കൂളുകളിലാണ് അധികവും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഖുർആൻ പാരായണ മത്സരം, ബാങ്ക് വിളി, അങ്ങനെയുള്ള ഇസ്ലാമിക് റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ മത്സരങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുക്കുകയും അതിലൊക്കെ ഫസ്റ്റ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ എൻ്റെ ബാല്യകാല ഓർമ്മകളായിട്ടുണ്ട്. ഒരുപാട് സമ്മാനങ്ങൾ ഈ ഖുർആൻ പാരായണത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടൊക്കെ അങ്ങനെ എനിക്ക് ലഭിച്ചതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അത്തരത്തിൽ മനോഹരമായുള്ള പാരായണങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും എന്താ പറയുക മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദഗ്രന്ഥത്തിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിനെ ഒരു വിഴുങ്ങുന്നൊരവസ്ഥയുണ്ട്. അതിലിങ്ങനെ മുഴുകിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് മനോഹരമായ പാരായണമാണെങ്കിൽ അത് പരിശുദ്ധ ഖുർആനോടുള്ള ആ ഒരു അടങ്ങാനാവാത്ത റെസ്പെക്റ്റും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ പാരായണത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അധിക ആളുകളും. പ്രത്യേകിച്ച് അത്തരം മനോഹരമായിട്ടുള്ള ഈ അറബിക് അറബികളായിട്ടുള്ള ആളുകൾ ഓതുന്ന ആ ഒരു അറേബ്യൻ ശൈലിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ പള്ളികളിലുള്ള ആളുകൾ ഓതുന്ന പോലെ അല്ല. ഇപ്പോൾ കുറേ നമ്മുടെ നാട്ടിലും അതുപോലെയുള്ള ആളുകളായി വരുന്നുണ്ട്. ഗൾഫ് കൺട്രീസിലുള്ള അറബികളായിട്ടുള്ള ആളുകൾ ഓതുന്ന ആ ഒരു ശൈലിയോടൊരു വല്ലാതെ അതിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അതിലെന്താ പറയണമെന്നുള്ളതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മീയ നിർവൃതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു ടെക്നിക്കായിട്ട് മുമ്പ് ഒരു സംവാദത്തിൽ ഞാൻ ആരാണെന്നോ അത് പ്രയോഗിച്ച സമയവും സന്ദർഭവും കാര്യങ്ങളതൊന്നും ഞാൻ പറയാതെ തന്നെ ഉത്ബുദ്ധരായ ഒരു സമൂഹമാണ് എൻ്റെ മുമ്പിലുള്ളതെന്നുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു 2 മണിക്കൂർ സംസാരിക്കാനുള്ള വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നല്ലത് അതിലേക്ക് പോകാതിരുന്നുകൊണ്ട് നമ്മളുടെ ഈ സംവാദവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു ടെക്നിക്കാണോ ലിയാഖത്ത് ഭായ് എടുത്തത് എന്ന് സംശയമുള്ളത് കൊണ്ടാണ് ഞാനത് അത്രയും പറഞ്ഞത്. എന്തോ ആയിക്കോട്ടെ, ഒരു ഖുർആൻ അങ്ങനെ കേൾക്കുന്നതാണ് അതിൻ്റെ മനോഹാരിത എങ്കിൽ മനോഹരമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ തന്നെ അത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കലാപരമായ ഒരു സൃഷ്ടിയാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു തരത്തിൽ തന്നെയാണ് ഞാനും അതിനെ എടുത്തിട്ടുള്ളൂ. എന്തായാലും ആ ആയത്തുകൾ 16-ാമത്തെ അധ്യായത്തിലെ 71, 16-ാമത്തേതിൽ 75, 16-ൽ 76 ആ ആയത്തുകളെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ലോകാവസാനം വരെയുള്ളവർക്ക് ഓതാനും ജീവിതത്തിൽ പകർത്താനുമാണല്ലോ ആ 3 ആയത്തുകൾ 4 ആയത്തുകൾ ഉള്ളത്. ആ ആയത്തുകളിൽ എന്താണ് പറഞ്ഞത് എന്ന് അത് മാത്രം എന്താ പറയുക വിശ്വാസികളായ ആളുകൾ
അവരവരുടെ തഫ്സീറുകളിൽ ഇപ്പം മുജാഹിദ് വിഭാഗമാണെങ്കിൽ അമാനി മൗലവിയുടെ തഫ്സീർ എടുത്തിട്ട് അതിൻ്റെ വിശദീകരണം ഒന്ന് വായിച്ചാൽ ഏകദേശം കാര്യം പിടുത്തം കിട്ടുമെന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ ആ ആയത്തുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആ ആയത്തുകൾ ഈ വീഡിയോയിൽ തന്നെ വിശദീകരിച്ച് പറയണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇത് ലെങ്ത്ത് കൂടുമെന്നുള്ളത് കൊണ്ട് ലിയാഖത്ത് ബായി ആ സംവാദവേദിയിൽ ഓതിയ ആ ആയത്തുകളെ സംബന്ധിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം അത് അങ്ങനെ തന്നെ പറയേണ്ടത് ചില കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ടാണ്. അടുത്തതായിട്ട് ലിയാഖത്ത് ബായി പറഞ്ഞത് നാദിയ മുറാദിൻ്റെ ദി ലാസ്റ്റ് ഗേൾ എന്ന ബുക്കിനെ സംബന്ധിച്ചിട്ടാണ്. അതിൽ ഈ നാദിയ മുറാദിൻ്റെ ആ ബുക്ക് ദി ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്ന ആ ബുക്കിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ബുക്ക് വായിച്ചിട്ടില്ല. എനിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ അറിയില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ സത്യസന്ധത. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല. അതിൽ എനിക്ക് ചെറിയൊരു അറിവ് അതിലുള്ളത് ഞാൻ കേട്ട് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ മറ്റേ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ചില തീവ്ര മനോഭാവമുള്ള ആളുകളിൽ നിന്ന് ആ പെൺകുട്ടി അനുഭവിച്ചതായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയ പീഡനങ്ങൾക്കിരയായ സംഭവങ്ങളാണ് എന്നതാണ് എൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം. അതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആ ബുക്കിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ പഠനം നടത്തിയിട്ട് അതിനെക്കുറിച്ച് പറയാം. അതറിയാത്തൊരു കാര്യത്തിൽ വിശദീകരിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അവിടെ നമ്മുടെ അഞ്ചാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹൈത്തമിയുടെ ഒരു ക്ലിപ്പാണ് പിന്നീട് പ്ലേ ചെയ്തത്. അടിമത്തത്തിന് അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആ സംഭവം. അതിൽ സയ്യിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ് ഹൈത്തമിയോട് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ യുദ്ധ തടവുകാരായിട്ടുള്ള ആളുകളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ് ചോദ്യം. അതിന് വളരെ സിമ്പിളായിട്ട് ഒരു ഇസ്ലാമിക പണ്ഡിതൻ, ആ ഇസ്ലാമിക വേഷഭൂഷാദികളിലുള്ള ഒരു പണ്ഡിതൻ കൊടുക്കുന്ന മറുപടി അതിനെന്താ കുഴപ്പം എന്നാണ്. ഒരു സ്ത്രീയെ ആദം നബിയുടെ സന്താന പരമ്പരയിലുള്ള അള്ളാഹു ബഹുമാനിച്ച ഒരു മനുഷ്യ സ്ത്രീയെ, അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒക്കെ അള്ളാഹു ബഹുമാനിച്ചതാണല്ലോ. ബനി ആദമിൻ്റെ എല്ലാ മക്കളെയും, ആദമിൻ്റെ മക്കളെ എല്ലാവരെയും അള്ളാഹു ഖലീഫയായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കതൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അടിമയായി ചിന്തിക്കുകയും അങ്ങനെ കാണുകയും അങ്ങനെ വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയണമെന്നും, അങ്ങനെയുള്ള ഇനിയിപ്പോൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളാണെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു, അവർക്കും ഒരു കുടുംബമുണ്ടായിരുന്നു, ഭർത്താവുണ്ടായിരുന്നു, വാപ്പയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ഈ ലോകത്തെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെയായി ജീവിച്ച ഒരു സ്ത്രീയാണ്. അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കണമെങ്കിൽ ആ മനസ്സിനുള്ള രോഗം ചെറുതല്ല എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. സത്യത്തിൽ അതൊക്കെ ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നൊരവസ്ഥ ഈ മതാന്ധത ബാധിച്ച ആളുകൾക്ക് കുറവാണ് മൊത്തത്തിൽ. അത് ഒരു ഫാക്റ്റാണ്. പിന്നെ ലിയാഖത്ത് ബായി പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിൽ അടിമത്തമുണ്ട്, അത് ഇന്നലെ ഉണ്ട്, ഇന്നുണ്ട്, ലോകാവസാനം വരെ ഉണ്ട്, അത് അനുവദനീയമാണ് എന്നാണ് അടുത്ത പോയിൻ്റ്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ആ ഒരു പോയിൻ്റ് മനസ്സിലാക്കാൻ സാധ്യത കുറവ് എന്നല്ല, അവർക്ക് അതൊരു വിഷയമുള്ള, ഒരു പ്രശ്നമുള്ള ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അന്ധമായ ഒരു വിശ്വാസം പേറുന്ന ഏതൊരാൾക്കും ഏതൊരു കാര്യത്തിലും, ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുന്ന പല ആൾക്കൂട്ട കൊലപാതകങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ അത് ചെയ്ത ആളുകളോട് സംസാരിക്കുമ്പോൾ അതിൽ പുണ്യമുണ്ടെന്ന് കരുതുന്ന, അത് എന്താ പറയുക, ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അൽ ജിഹാദു ഫി സബീലില്ലാഹ് എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണത്. ദൈവത്തിൻ്റെ എന്തോ ഒരു കുന്തം സംരക്ഷിക്കാനായിട്ട് നടക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ്. എന്ത് കുന്തമാണ് ഇതുകൊണ്ട് ദൈവത്തിന് സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മതാന്ധത ബാധിച്ച മതഭ്രാന്തിൻ്റെ ഒരവസ്ഥയിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ എത്ര ഭീകരമായ അവസ്ഥയിൽ നടന്നാലും
അത് സിമ്പിൾ മാറ്ററായിട്ടാണ് കാണുക. അതൊരു പാപമല്ലാത്ത രൂപത്തിലാണ്. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഈ മതം മനുഷ്യന് പ്രകൃത്യാ ഉള്ള ആ ഒരു മനുഷ്യത്വം നിറഞ്ഞ മനുഷ്യൻ്റെ ഒരു അവസ്ഥയില്ലേ, അതിനെ പാടെ ഇല്ലാതാക്കി കളയുന്ന തരത്തിലാണ് ഈ മതഭ്രാന്ത് പല ഘട്ടങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്. അതിൻ്റെ ഒരു തെളിവാണ് അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അത് അനുവദനീയമാണ്, ഹറാമല്ല ഹലാലാണ്, ഹലാൽ എന്ന ഹുക്കുമിലാണ് ആ ഒരു മാറ്റർ കിടക്കുന്നത്, ഇന്നും കിടക്കുന്നത് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമുള്ള കാര്യമായിട്ട് കാണുന്നില്ല. കാരണം ഹലാലാണ്, ഏത് നിമിഷവും അത് തിരിച്ചു വരാം. അതൊരാൾ യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റക്കാരനാകുന്നില്ല എന്നൊരവസ്ഥയിലാണ് അത് ഹലാൽ എന്ന ഹുക്കുമിൽ അത് കിടന്നാൽ സംഭവിക്കുക എന്നുള്ള ഒരു ബേജാറോ അങ്ങനത്തെ ഒരു വിഷമമോ കാര്യങ്ങളൊന്നും ഇവർക്കില്ല. അതിൻ്റെ റീസണാണ് ഞാൻ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചത്. ഇനി അടുത്തതായിട്ട് പറഞ്ഞത്, ആധുനികതയിൽ അടിമത്തമില്ല, അത് മനുഷ്യത്വത്തിനെതിരെയുള്ള യുദ്ധമായിട്ടാണ് ആധുനിക മനുഷ്യൻ കാണുന്നത് എന്നാണ്. ആധുനിക സമൂഹത്തിൽ അടിമത്തമില്ല, തീർച്ചയായിട്ടും ഇന്ന് അടിമത്തമില്ല. എന്നാൽ ലോകത്ത് അടിമ സമ്പ്രദായത്തിന് സമാനമായ രൂപത്തിൽ മനുഷ്യരോട് പെരുമാറുകയും മനുഷ്യരെ ആ തരത്തിൽ കാണുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനത്തെ കാബാലികന്മാർ, നരഭോജികളായിട്ടുള്ള നരനായാട്ട് നടത്താനായിട്ട് മതത്തെ കൂട്ടുപിടിച്ച് അങ്ങനെ സമ്പാദിക്കുകയും സുഖലോലുപതയിൽ ജീവിക്കുകയും ഒരു എന്താ പറയുക, മൃഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു മൃഗവും അങ്ങനെ ചെയ്യാറില്ല. മൃഗത്തേക്കാൾ അധപ്പതിച്ച, ഖുർആൻ പറഞ്ഞതുപോലെ ഉലായിക കൽ അൻആം ബൽഹും അളൽ, അവർ നാൽക്കാലികളെ പോലെയാണ്, അതിനേക്കാൾ പഴച്ചവരാണ് എന്ന രൂപത്തിൽ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അവർക്ക് സിമ്പിൾ മാറ്ററായിട്ട് തോന്നുക സ്വാഭാവികമാണ്. അടിമത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഇന്ന് ആരെങ്കിലും പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഫൻസാണ്, ക്രിമിനൽ കുറ്റമാണ്. നമുക്ക് അത് നിയമപരമായി നേരിടാനും ആ വ്യക്തിക്ക്, അത് ചെയ്ത വ്യക്തിക്ക് എന്താ പറയുക, ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ കഴിയുന്ന തരത്തിലുള്ളൊരവസ്ഥയാണ്. എന്നാൽ അന്ന് 1400 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിമകളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സംഭവം പോലും അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ നിന്നും അതിന് പുറത്തുള്ള ഹിസ്റ്ററികളിൽ നിന്നൊക്കെ ഈ അടിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ അടിമകൾ എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാം കൊണ്ടുവന്നൊരു സാധനമൊന്നും അല്ല ഈ അടിമ സമ്പ്രദായം. അടിമ സമ്പ്രദായം അതിന് മുമ്പേ ഉണ്ട്. ആ അടിമ സമ്പ്രദായത്തെ നമ്മളിവിടെ തർക്കിക്കുന്ന വിഷയം അല്ലെങ്കിൽ നമ്മൾ സംവദിക്കുന്ന വിഷയം എന്താണ്? ഈ അടിമ സമ്പ്രദായത്തെ ഇസ്ലാം എന്ത് ചെയ്തു? അതിനെ മദ്യം ഹറാമാക്കിയതുപോലെ, പലിശ ഹറാമാക്കിയതുപോലെ, ചൂതാട്ടം ഹറാമാക്കിയതുപോലെ ഹറാം എന്ന ഹുക്കുമ കൊണ്ട് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ അതിന് ഒരു തീർപ്പുണ്ടാക്കി, അൽ യൗമ അക്മൽതു ലക്കും എന്ന് പറയുന്ന ആ സമയത്ത് ഇത് ഹറാമാക്കി മുദ്ര വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് 1400 വർഷക്കാലം ഇസ്ലാമിക ഭരണം നടത്തിയ ഇസ്ലാമിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളിൽ ജീവിക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ ഈ അടിമത്തത്തെ പാടെ ഹറാമാക്കിക്കൊണ്ട് അത് അടിമത്തം ചെയ്യുന്ന, ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അടിമത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, മദ്യം കുടിക്കുന്ന ആളുകൾക്ക്, ചൂതാട്ടം നടത്തുന്ന ആളുകൾക്ക്, പലിശ ഭുജിക്കുന്ന ആളുകൾക്ക് ശിക്ഷ വിധിക്കുന്നത് പോലെ അടിമത്തം ഹറാമാക്കിയ ശേഷം അങ്ങനെ ശിക്ഷ വിധിക്കുന്ന ഒരവസ്ഥ ഈ 1400 കൊല്ലത്തിനിടക്ക് ഉണ്ടായിട്ടില്ല. അതുണ്ടായത് എപ്പോഴാണ്? ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അടിമത്തത്തെ പാടെ നിരോധിച്ചുകൊണ്ട് അത് ക്രിമിനൽ കുറ്റമാക്കിയതിന് ശേഷം അതിലൊപ്പിട്ട രാജ്യങ്ങൾ ആണ് പിന്നീട് ആ ഒരു എന്താ പറയുക തിയറിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാണ്ടാക്കിയത്. അത് ക്രിമിനൽ കുറ്റമാക്കിയതിന് ശേഷം ആ നിയമം കൊണ്ടുവന്നത് ആരാണ്? വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രവാചകൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണോ? അല്ല. നമ്മളെപ്പോലെയുള്ള ഭൗതികപരമായി ചിന്തിക്കുന്ന ആളുകൾ, മനുഷ്യർ, സാധാ മനുഷ്യരാണ്, ഒരു വഹിയുമില്ലാത്ത മനുഷ്യരാണ്. അവരുടെ ആധുനിക ധാർമ്മിക ബോധത്തിൽ നിന്ന്, അവരുടെ തിരിച്ചറിവിൽ നിന്ന് മനുഷ്യരെല്ലാവരും തുല്യരാണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ അവരെത്തിച്ചേർന്നതിൻ്റെ ഭാഗമായി ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ അടിമയായി കാണാൻ പാടില്ലെന്നുള്ള ആ ഒരു തീക്ഷ്ണമായ ആ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കുന്നത്. അതിലൊപ്പിട്ടതിന് ശേഷം ഈ പറഞ്ഞ രാജ്യങ്ങൾ
അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, ആ അടിമത്ത സമ്പ്രദായത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങളെ പാടെ ഇല്ലാണ്ടാക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് അത് ഇല്ലാണ്ടായത്. അല്ലാതെ ഈ പറയുന്ന രൂപത്തിൽ ഇസ്ലാം അത് ഘട്ടം ഘട്ടമായി നിരോധിച്ചിട്ട് അത് താനെ ഇസ്ലാമിൻ്റെ കെയർ ഓഫിൽ ഇല്ലാതെയായി പോയ ഒരു സംഭവവും ഒരു തെളിവും നമ്മുടെ പക്കലില്ല. അങ്ങനെ ഒരു തെളിവും തന്നെ ഈ സംവാദവേദിയിലോ അതല്ലാതെ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും തന്നെ ഉദ്ധരിക്കാനോ കഴിഞ്ഞിട്ടില്ല. പിന്നെ അടിമ മോചനവും അതുപോലെ തന്നെ സക്കാത്ത് സെല്ലിൽ നിന്ന് ഫണ്ട് കൊടുത്ത് പൈസ കൊടുത്തിട്ട് മോചിപ്പിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത്തരം ചർച്ചകൾ വരുമ്പോൾ അവർ കൊണ്ടുവരാറ്. പക്ഷേ അടിമയാക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ യുദ്ധത്തടവുകാരെ പിടിച്ചിട്ട് അവരെ അടിമയാക്കുക, യുദ്ധത്തടവുകാരെ സെല്ലുകളിൽ താമസിപ്പിക്കുന്നതും അവരെ സെല്ലുകളിൽ താമസിപ്പിക്കുന്ന ആളുകളെ ബലമായിട്ട് അവർ അടിമ സ്ത്രീകളായി കണ്ടുകൊണ്ട് ലൈംഗികമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും സമ്പ്രദായം ഇന്നുണ്ടോ? അപ്പോൾ അവർ പറയും അബൂ ഖുറൈബ് ജയിലിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലേ, അതുപോലെ സമാനമായ സംഭവങ്ങൾ സംഭവിച്ചിട്ടില്ലേ എന്നൊക്കെ പലരും പറയും. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. യഥാർത്ഥത്തിൽ അതൊക്കെ ക്രിമിനൽ കുറ്റമാണ്. അത്തരത്തിൽ അടിമകളാക്കി അവർ ആ ചെയ്ത കാര്യങ്ങൾക്ക് അതത് ഗവൺമെൻറ്റുകൾ തന്നെ അത് ക്രിമിനൽ കുറ്റമായിട്ട് കാണുകയും അതിന് ശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അവരത് ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് ശരിയാണ് എന്നല്ല, അതിനെ പാടെ നിരോധിക്കുകയും അത്തരത്തിലുള്ള കാര്യത്തെ ക്രിമിനൽ ഒഫൻസാക്കി മാറ്റുകയും ചെയ്ത ഒരവസ്ഥ നമുക്കിന്ന് ആധുനികതയിലുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ ആ ഒരു ഭരണത്തിന് കീഴിലുള്ള സമയത്ത് 1400 കൊല്ലത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള നമ്മൾ ഇന്നെടുത്ത തരത്തിലുള്ള ഒരു തീരുമാനം അന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പിന്നെ ലിയാഖത്ത് ഭായ് പറഞ്ഞത് ആധുനിക മനുഷ്യൻ ആർജിച്ച ധാർമ്മിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിമത്തം മാനവിക വിരുദ്ധമാണ്. അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം പോലും ക്രിമിനൽ കുറ്റമാണ്. അത് ഓരോ ഭരണകൂടങ്ങളുടെയും നിർബന്ധ ബാധ്യതയാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ലിയാഖത്ത് ഭായ് ആ പോയിൻ്റ് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് അടിമ ഹലാലോ ഹറാമോ, അതോ വലിയ കുഴപ്പമില്ല എന്നാണോ, അതോ അടിമത്തം മാനവവൽക്കരിച്ചു എന്നാണോ ഉത്തരം പറയുക എന്ന് അവിടെ ചോദിക്കുകയുണ്ടായി. അടിമത്തം ഹറാമാണോ ഹലാലാണോ എന്ന ചോദ്യത്തിന് എസ് ഓർ നോ ഉത്തരം പറയുന്ന സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണത്. ഹറാമാണെങ്കിൽ ഹറാമാണെന്ന് പറയുക, ഹലാലാണെങ്കിൽ ഹലാണെന്ന് പറയുക. നമ്മൾ പലിശ ഹറാമാണോ ഹലാലാണോ? പലിശ ഹറാമാണ്. മദ്യം ഹറാമാണോ ഹലാലാണോ? ഹറാമാണ്. ചൂതാട്ടം ഹറാമാണോ ഹലാലാണോ? ഹറാമാണ് എന്ന് ക്ലിയറായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ അടിമത്തം ഹറാമാണോ ഹലാലാണെന്ന് ചോദിക്കുമ്പോൾ വേറെ പല കാര്യങ്ങളും വിശദീകരിച്ചിട്ട് ആ ഒരു ടൈം കളയുന്നൊരവസ്ഥ എന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടാകുന്നത്? അത് ഹറാമാണ്, അത് ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ഹറാമാണ് എന്ന് പറയുക. ഹറാമാക്കിയിട്ടില്ല, ഹലാലാണ്, അതുകൊണ്ട് ഹലാലായിട്ടാണ് അതിൻ്റെ ഹുക്കുമ് കിടക്കുന്നത്, പക്ഷേ നമ്മൾ ആരും ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് സത്യസന്ധമായ മറുപടി. അത് പറയുക. അത് പറയാതെ അവിടെ ഇവിടെയും തൊടാത്ത രൂപത്തിൽ ആ സമയത്തെ ഇങ്ങനെ കളയുന്നതായിട്ടൊക്കെയാണ് ആ സംഭവത്തിൽ നമ്മൾ കണ്ടത്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇനി അടുത്തത് 10, ഇപ്പം ഇവിടെ ഇല്ലല്ലോ എന്ന് ആശ്വസിക്കുന്നവരുടെ ഉള്ളിൽ അത് ആണെന്നാണല്ലോ അവർ ചിന്തിക്കുന്നത് എന്നാണ്. അത് ശരിയാണ്. അത് ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് സമാശ്വസിക്കുന്ന ആളുകളാണ് വിശ്വാസികളിൽ അധിക ആളുകളും. അതങ്ങനെ ആശ്വാസം കണ്ടെത്തൽ അല്ലാതെ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത്. അത് ഹറാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ലിയാഖത്ത് ഭായ്ക്ക് അറിയുമായിരിക്കും. അതുകൊണ്ടും തന്നെ ആയിരിക്കും അങ്ങനെ ചോദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ അത് ഹറാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിൽഡിങ് നിർമ്മിച്ചെടുത്ത ശേഷം ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അടിയിലുള്ള ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, തറ, ആ തറയിൽ നിന്ന് ഒരു മെയിൻ ഭാഗത്ത് നിന്ന് ഒരു കല്ല് ഇങ്ങോട്ട് അടർത്തിയെടുത്തു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് എന്ത് സംഭവിക്കും? അത് ചീട്ടുകൊട്ടാരം പോലെ ഇങ്ങനെ തകർന്ന് വീഴുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അതിന് വ്യക്തമായൊരു ഉത്തരം പറയാത്തത്. അത് വിശ്വാസികളുടെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ നിസ്സഹായാവസ്ഥ കൊണ്ടാണെന്ന് ദയവേത് മനസ്സിലാക്കുക. അതല്ലാതെ വേറെ ഓപ്ഷനില്ല. അവിടെ ഹറാമാണെന്ന് പറഞ്ഞാൽ സംഭവിക്കുക ആ ഹറാമായ പ്രവൃത്തി ആരു ചെയ്തു എന്നാവും? അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹറാമായ പ്രവൃത്തി ചെയ്തു. ഈ റസൂൽ ആരാണ്? ലോകാവസാനം വരെ, നാളെ ലോകാവസാനമാണെങ്കിൽ ഇന്ന് ജനിക്കുന്ന കുഞ്ഞില്ലേ, ആ കുഞ്ഞിൻ്റെ കൂടി റസൂലാണ്. ആ കുഞ്ഞിൻ്റെ മാർഗദർശിയാണ്
മാനവരിൽ മഹോന്നതനാണ്. ആ കുഞ്ഞ് ആ റസൂലിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആ കുഞ്ഞ് നരകത്തിലാണ്. അത്രയും പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള അള്ളാഹുവിൻ്റെ അവസാനത്തെ ദൂതനെന്ന് വിശ്വസിക്കുന്ന ആ അന്ത്യപ്രവാചകൻ, ആ പ്രവാചകൻ അത് ഉപയോഗിച്ചു എന്നാണ് ഈ അഹ്ലുസുന്നത്തിൻ്റെ ചരിത്രത്തിലുള്ളത്. ആ പ്രവാചകൻ അത് ചെയ്തു എന്ന് പറയുമ്പോൾ അത്രയും ഭീകരമായൊരവസ്ഥ ഒരു പരിശുദ്ധ പ്രവാചകൻ ചെയ്തു എന്നാകുമ്പോൾ എങ്ങനെയാണ് ആ പ്രവാചകനെ മാതൃകയാക്കുക? പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളും പൊളിയുമെന്നുള്ളത് കൊണ്ടാണ് വിശ്വാസികൾ അത് ഹറാമാണ് എന്ന ഹുക്കുമോട് കൂടി പറയാത്തത്. മാത്രമല്ല റസൂൽ അത് ഹറാമാണെന്ന് പറഞ്ഞതിന് തെളിവുമില്ല. പിന്നെ ഇന്നത്തെ ധാർമ്മികത വെച്ചിട്ട് നമുക്ക് അത് വൃത്തികെട്ട മ്ലേച്ഛകരമായിട്ടുള്ളൊരു സംഭവമാണോ എന്ന് ചോദിച്ചാലും ആണ് എന്ന് പറയാൻ കഴിയില്ല. ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മ്ലേച്ഛകരമായ സംഭവമാണോ യഥാർത്ഥത്തിൽ അടിമത്തം? അത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അന്നത്തെ സാഹചര്യത്തിൻ്റെ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ നീട്ടാനേ പറ്റുള്ളൂ. അതാണ് എനിക്ക് ബലമായൊരു സംശയം. ഈ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ വലിയ പണ്ഡിതന്മാരാരും തന്നെ ഈ ഒരു സബ്ജക്റ്റ് സംവാദത്തിന് വരാത്തത്. കാരണം ഈ പൗരോഹിത്യ ഇസ്ലാമിൻ്റെ അടിത്തറ ഇളക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിത്തറ ഇളക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. ഇത് ആ കാലഘട്ടത്തിൽ പ്രാകൃതമായിട്ടുള്ള ആ 6-ാം നൂറ്റാണ്ടിൽ ഇരുണ്ട യുഗത്തിൽ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു സമ്പ്രദായമാണെന്നും ആ സമ്പ്രദായത്തിൽ അത് പ്രവാചകൻ അത് ഉപയോഗിച്ചു എന്നും അങ്ങനെയൊക്കെ 1400 കൊല്ലം കൊണ്ട് പൗരോഹിത്യം അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് അതിനെ ഇനി തിരുത്താൻ പറ്റാത്ത, നമ്മൾ പറയില്ലേ സാധാരണ മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ് ഈ ഒരു സബ്ജക്റ്റിനുള്ളത്. അതാണ് ഇതിൻ്റെ വസ്തുത. അത് ഞാനത് പറയുമ്പോൾ ഇത്തരത്തിലൊക്കെ സംസാരിക്കുമ്പോൾ എന്നോട് ദേഷ്യം വെക്കുകയും കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കുകയും അല്ലെങ്കിൽ വാട്സപ്പിലൂടെ തെറി വിളിക്കുകയൊന്നും ചെയ്തതുകൊണ്ട് കാര്യമില്ല. യഥാർത്ഥത്തിലൊരു ഫാക്റ്റാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുന്നത്, അതും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വിഷയം, ഈ അടിമത്തം എന്നോ നിരോധിച്ച സാധനം ഇപ്പോൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നതെന്ന്. ഇത്തരം മനോഭാവമുള്ള ആളുകൾ ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഈ മനോഭാവം അവരത് പ്രാവർത്തിക തലത്തിൽ പരസ്യമായിട്ട് കൊണ്ടുവരാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ ഇങ്ങനെ ഒരു നിയമമുള്ളത് കൊണ്ടാണ്. അങ്ങനത്തെ അടിമത്തത്തിൻ്റെ ഏതെങ്കിലും ചെറിയൊരു അംശം സ്വന്തം ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ അവരാരെങ്കിലും പ്രായോഗികവൽക്കരിക്കാൻ തുനിഞ്ഞാൽ അവരകത്ത് പോയി കിടക്കേണ്ടി വരും, അവർ ക്രിമിനൽ കുറ്റത്തിന് കുറ്റവാളിയാകേണ്ടി വരും എന്നുള്ള ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ ഉള്ളിൽ കിടക്കണ ആ ചെകുത്താൻ പുറത്തെടുക്കാത്തത്. ആ ഒരു ശൈത്വാനിയത്ത് പുറത്തെടുക്കാതെ അത് ഉള്ളിൽ തന്നെ താലോലിച്ച് കൊണ്ട് നടക്കണത് എന്തുകൊണ്ടാണ്? ഇത് ഹലാലായതുകൊണ്ടാണ്. ഇത് ഹറാമാണെന്നുള്ള ഹുക്കുമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ താലോലിക്കാൻ ഒരു കുഞ്ഞുവാവ അകത്തുണ്ടാവില്ല. അടിമത്തം എന്ന് പറയുന്ന കുഞ്ഞുവാവ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലായിരുന്നു അത് ഹറാമായിരുന്നെങ്കിൽ. ഇതതില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ ആ കുഞ്ഞുവാവനെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വപ്നം കാണുകയാണ്, എന്നെങ്കിലും ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത പുരോഹിതന്മാരെ, ഇത്തരം പ്രാകൃതമായ മ്ലേച്ഛകരമായിട്ടുള്ള സാധനങ്ങൾ അന്ന് ഏതായാലും റസൂലുള്ളയും സഹാബത്തും ഹറാമാണെന്ന ഹുക്കുമോടുകൂടി പരിചയപ്പെടുത്തില്ല. നിങ്ങളുടെ ഇജ്മാ ഇല്ലേ, ആ ഇജ്മാ കൂടിയിട്ട് ഇജ്മായിലെങ്കിലും അത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഫത്വ പുറപ്പെടുവിക്കുക. അങ്ങനെ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ എത്ര ആശ്വാസം ഉണ്ടാവും. ഈ വിശ്വാസികൾ, പാവം വിശ്വാസികൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാളത്തിൽ ഒളിക്കാൻ പറ്റും, ഒളിച്ച് എത്ര കാലം പേരും ജീവിക്കാൻ പറ്റും. കാരണം നിങ്ങൾ പുറത്തുണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ ഒരുപാട് അട്ടിയിട്ട് ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിനി എത്ര കാലം മാളത്തിൽ ഒളിച്ച് ജീവിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ പാവം നിഷ്കളങ്കരായ വിശ്വാസികളുണ്ട്. ദാവത്ത് എന്നുള്ള ഓമനപ്പേരൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ദഖലൽ ജന്ന, അതിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ദഖലൽ ജന്നയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചും പ്രകോപിപ്പിച്ചിട്ടൊക്കെ ഇറക്കിയില്ലേ ഗോതയിലേക്ക്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയുണ്ട്. ആ വേദനയ്ക്ക് നിങ്ങൾ മറുപടി പറയണം. അവരോട് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കരുത് എന്നത് മറുപടിയൊന്നുമല്ല. ചിന്തക്ക് ബൗണ്ടറി ഉണ്ട് എന്നാണ് ഇപ്പോൾ പല പണ്ഡിതന്മാരും പറയുന്നത്. ആ ബൗണ്ടറി അള്ളാഹു റസൂലും പറഞ്ഞ ബൗണ്ടറിയാണ്, അതിനപ്പുറത്ത് ചിന്തിക്കാൻ പാടില്ല. പിന്നെ എന്തിനാണ് ഈ
എന്താ പറയുക, ഓരോ അധ്യായങ്ങളിലും അഫല തദക്കറൂൻ അഫല താക്കിറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾ എന്താണ് ഒറ്റ ആലോചിക്കാത്തത് എന്ന് നിരന്തരമായി ഖുർആൻ ചോദിച്ചതെന്തിനാണ്? നീ ആ ചിന്തിക്കുന്ന കാര്യം ഇതല്ല, വേറെ കാര്യങ്ങളാണ്, അങ്ങനെയാണോ? ഇനി ചിലപ്പോൾ അങ്ങനെയായിരിക്കും ന്യായീകരണം പറയുന്നുണ്ടാവുക. എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ധൈര്യത്തോടു കൂടി അഡ്രസ്സ് ചെയ്തിട്ട്, ഇസ്ലാമിൽ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രാകൃതമായ സംഭവങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ ഇജ്മാ കൂടി ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഹറാമാക്കിയിട്ട് നമ്മൾ കാലത്തിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലതും ചെയ്തതുപോലെ അതും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്തരം സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ആണല്ലോ നിങ്ങൾ ഈ കഴിഞ്ഞ 100 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് ഓരോ സംഘടനക്കാരും അവകാശപ്പെടുന്നത്. എല്ലാവരും പറയുന്നത് 100 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ 100 കൊല്ലം പ്രവർത്തിച്ചിട്ട് നിങ്ങൾ ഇതര മതസ്ഥരുടെ മേത്ത് കുതിര കയറുമ്പോൾ, അവരെ പരിഹസിക്കുമ്പോൾ, അവരിലുള്ള വിശ്വാസത്തിൽ അവരുടെ വിശ്വാസങ്ങളിലുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരം പ്രാകൃതമായ സംഭവങ്ങൾ അവരവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ മനസ്സിനെ നോവിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടന്ന് ഇപ്പം എന്തായി അവസ്ഥ? അവരാരും തന്നെ അന്നേരം അങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരാരും ന്യായീകരിക്കാനൊന്നും വന്നില്ല. അത് അങ്ങനെ ഉണ്ട്, അത് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് അവരവിടെ നിർത്തുമായിരുന്നു. പക്ഷെ നമ്മളെന്താ ചെയ്തത്? നമ്മളതിനെ ന്യായീകരിക്കാൻ നിന്നു, അവരെ പരിഹസിക്കാനും. നമ്മളുടേത് എന്തോ മറ്റേ ഊത് ആണ്, നിങ്ങളുടേതൊക്കെ വെറും 10 രൂപൻ്റെ 20 രൂപയുടെ എന്തോ ഒരു സംഭവമാണ്, ഞങ്ങളുടേത് ഊതാണ് എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു. നമ്മളുടേത് എന്തോ ഭയങ്കര വലിയ എന്തോ ഒരു സംഭവമാണ്. ഈ സംഭവം ആഴത്തിൽ പഠിക്കാൻ പോയി ഇത്രയും സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതിനു ശേഷം ചെറിയ കുട്ടികൾ പോലും, പഠിക്കുന്ന കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആഴത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് അവർക്ക് അതിൻ്റെ ആയത്തും ഹദീസുകളും വിശദീകരണങ്ങളും ഏത് തഫ്സീറുകളും എടുത്ത് ഉദ്ധരിച്ച് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ നിങ്ങൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. നിങ്ങളതിന് കൃത്യമായി മറുപടി പറയുന്നില്ല. ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവും ഇല്ല. പിന്നെ അടുത്തതായിട്ട് ലിയാഖത്ത് ഭായി പറഞ്ഞത് 11ാമത്തെ കാര്യം, ഹറാമാണ് എന്ന് ഹറാമാക്കാത്തൊരു കാര്യം നമുക്കൊരു കാലത്തും ഹറാമാക്കാൻ പറ്റില്ല. വിശ്വവിമോചകനായിട്ടും ലോകത്തിന് മാതൃകയായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമത്തത്തിൻ്റെ സകല സാധ്യതകളും ഉപയോഗിച്ചത് കൊണ്ട് അത് ഇനി ഹറാമാക്കിയാൽ അത് ഇസ്ലാമിൻ്റെ അടിവേരളവ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ അത് ഇസ്ലാമിൽ ഇല്ല എന്ന് പറയാനാണെങ്കിൽ കഴിയില്ല. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിലെല്ലാം തന്നെ അതുണ്ട്. ഫിഖ് ഗ്രന്ഥങ്ങളിലൊക്കെ അതിൻ്റെ ഓരോ മസാലകളും, അടിമ സ്ത്രീക്ക് ഇന്ന കാര്യങ്ങൾ, അവരുടെ ഔറത്തുമായി ബന്ധപ്പെട്ട് അവരുടെ ചിലവിന് കൊടുക്കുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം അന്ന് അവിടെ നിലവിലുള്ളത് കൊണ്ടും അത് മദ്യം ഹറാമാക്കിയതുപോലെ പാടെ തുടച്ച് നീക്കാത്തത് കൊണ്ടുമാണല്ലോ അങ്ങനത്തെ ഹുക്കുമുകളും കാര്യങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ അതാണ് അടുത്തത് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം പറഞ്ഞത്, ഈ അടിമത്ത ചർച്ചകൾ നടക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ പിന്നീട് ഈ തൂക്കൊപ്പിക്കുക എന്ന് പറയുന്നത് പോലെ 6ാം നൂറ്റാണ്ടിലെ ആ ഒരു അടിമത്തത്തെക്കുറിച്ച്, മ്ലേച്ഛകരമായ സംഭവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തിരിച്ച് അതിൽ ന്യായീകരിച്ച് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ളൊരു ശ്രമം എന്നോണം പറയുന്നൊരു കാര്യമാണ് യുദ്ധ തടവുകാരായിട്ടുള്ള, ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള യുദ്ധ തടവുകാരായിട്ടുള്ള ആളുകളെ അടിമകളോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്നുണ്ട്. അതിന് ഏതെങ്കിലും ഒരു എന്താ പറയുക, അബൂ ഖുറൈബ് ജയിൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ പറയാൻ ചിലപ്പം ഉദാഹരണങ്ങളായിട്ട് പറയാനും കഴിയും. പക്ഷെ അതൊരു എന്താ പറയുക, ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് ചില മനോവൈകൃതങ്ങളുള്ള മതഭ്രാന്തുള്ള ഏതെങ്കിലും ആളുകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു നിയമവ്യവസ്ഥയിൽ ഈ പറയുന്ന രൂപത്തിൽ അന്ന് 6ാം നൂറ്റാണ്ടിൽ അടിമ ചന്തയിൽ കൊണ്ടുപോയി അടിമകളെ വിറ്റ് അത് വെച്ച് ക്യാഷ് വാങ്ങി ആ ക്യാഷ് കൊണ്ട് സുഖലോലുപതയിൽ ജീവിക്കുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞ മനുഷ്യരായി പിറന്ന പച്ചയായ മജ്ജയും മാംസവുമുള്ള മനുഷ്യരെ, ആദം സന്തതികളെ ചന്തയിൽ കൊണ്ടുപോയിട്ട് മൃഗങ്ങളെ വിൽക്കുന്നത് പോലെ കൊണ്ടുപോയി വിറ്റ് പൈസ വാങ്ങി പുട്ടടിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന സംഭവം ഏതായാലും ഈ യുദ്ധ തടവുകാരുടെ കാര്യത്തിലില്ല. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും ആ ഒരു പോയിന്റിൽ ലിയാഖത്ത് ഭായി സൂചിപ്പിച്ചിട്ടുണ്ടാവുക. ഇനി അടുത്തത്, അടിമത്തം അംഗീകരിച്ച അള്ളാഹുവിനെയും ഇസ്ലാമിനെയും ആധുനിക മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആധുനിക മനുഷ്യർ അത് നിരോധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന്. പിന്നെ അതിനുശേഷം പറയുന്നത്, അള്ളാഹുവിന് 1,25,000 പ്രവാചകന്മാരെ അയച്ചിട്ട് ഈ ഒരു കാര്യം മാത്രം നിരോധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ 1,25,000 പ്രവാചകന്മാരെ നിയോഗിച്ചിട്ട് ഈ ഇത്രയും മ്ലേച്ഛകരമായ, വൃത്തികെട്ട, പ്രാകൃതമായ ഈ ഒരു ചിന്താഗതിയെ നിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ഫേക്കാണെന്നല്ലേ, ആ ഒരു വിശ്വാസം, ആ ഒരു ദൈവസങ്കല്പമൊക്കെ ഫേക്കാണെന്നല്ലേ എന്നാണ് അവിടെ ലിയാഖത്ത് ഭായി ചോദിച്ചത്. അതിന്
നമ്മുടെ ഷമീർ ഭായ് മറുപടിയൊന്നും പറഞ്ഞതായിട്ട് കണ്ടില്ല. അതിനുശേഷം പിന്നെ ലിയാഖത്ത് ഭായ് പറഞ്ഞത് അടിമ സമ്പ്രദായം ഇസ്ലാമിൽ ഹലാലാണ്, അത് ഇസ്ലാമിലുണ്ട്, എന്നാൽ അതിന് ആധുനികതയിലില്ല. അതിൻ്റെ തെളിവ് 1671 ഓതിയ ആയത്താണ്. ആ ആയത്തുകളെ സംബന്ധിച്ചുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ അടിമകളെ നിരോധിച്ചു എന്നുള്ളതിനാണോ തെളിവ്, അതല്ല അടിമ സമ്പ്രദായം നിലനിന്നതിനെ അംഗീകരിച്ചതിനാണോ തെളിവ് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്ത് നമുക്ക് പരിശോധിക്കാം. പിന്നെ ലിയാഖത്ത് ഭായ് പറഞ്ഞത് ആധുനികതയിലില്ല എന്നതിൻ്റെ പ്രമാണം UDHR ആണ് എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഹുക്കുമ് പറയുക എന്ന് അദ്ദേഹത്തോട് ഷമീർ ഭായിനോട് പറഞ്ഞിട്ട് വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. ഈ ഇസ്ലാമിൽ അടിമത്തം ഹറാമാണോ ഹലാലാണോ ആ ഒരു ഹുക്കുമ് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞിട്ടാണ് ലിയാഖത്ത് ഭായ് വിഷയം അവസാനിപ്പിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് റിപ്ലൈകൾ പറയുകയും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടികൾ കൊടുക്കുകയും പിന്നീട് സംവാദം അവസാനിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മൾ ആ ഒരു കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. സംവാദം കണ്ട എല്ലാ ആളുകൾക്കും തന്നെ അത് കൃത്യമായി മനസ്സിലായ സംഭവങ്ങളായതുകൊണ്ട് തന്നെ നമുക്കത് വിശദീകരിക്കേണ്ടതില്ല. ഈ വിഷയാവതരണങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നും രണ്ടാളും എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം നമ്മളിപ്പോൾ ഇവിടെ നടത്തിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ സംവാദത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ ഷമീർ ഭായ് ആശയങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് ലിയാഖത്ത് ഭായ് പറഞ്ഞ സംഭവത്തെ എതിർത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്ന അവസ്ഥയിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലെ കാര്യങ്ങൾ പറയുന്നതും ലിയാഖത്ത് ഭായ് പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ചത് മറ്റൊരു തരത്തിലേക്ക് ആക്കി പറഞ്ഞതും, അതുപോലെ തന്നെ ജനീവ കൺവെൻഷനിലും മറ്റേതിലൊക്കെ അടിമത്ത സമ്പ്രദായങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതകൾ കാണിക്കുന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലായി. ആക്ച്വലി ഈ സംവാദങ്ങളിലൊക്കെ ഞാൻ പേഴ്സണലി ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു അന്ധമായ ഒരു വിശ്വാസം, യാതൊരു തെളിവോ സംഭവങ്ങളോ ഭൗതികപരമായി തെളിയിക്കാനൊന്നും കഴിയാത്ത ഒരു വിശ്വാസം മാത്രമായ ഏതെങ്കിലും കാര്യങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഭൗതികപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രജ്ഞന്മാർ ഭൗതികമായി കണ്ടെത്തിയ കാര്യങ്ങളെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറയുന്ന പോലെ അത് മുറിച്ചെടുത്തിട്ട് അതിന് ഫിറ്റാക്കി വെക്കുന്ന അവസ്ഥകളാണ് നമുക്ക് ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പൊതുവായ ഒരു സംഭവം. യഥാർത്ഥത്തിൽ ഷമീർ ഭായ് ഈ ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ ഒരുപാട് പ്രയാസപ്പെടുന്നതായിട്ട് നമുക്കതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതെന്തുകൊണ്ടാണ് പ്രയാസപ്പെടുന്നത്? ഇത്രയും മ്ലേച്ഛകരമായ ഒരു സംഭവം നമ്മുടെ മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് അത് നടന്നിട്ട് അതിനെ ഹറാമാക്കാതെ ഹറാമിൻ്റെ ഹുക്കുമ് പറയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ മരണപ്പെട്ടു പോയി. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഭൗതിക വിജ്ഞാനവും തിരിച്ചറിവൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് ചിന്തിക്കുമ്പോൾ വളരെ മ്ലേച്ഛകരമായിട്ട് തോന്നുന്നു. പക്ഷേ ആ ഒരു ഹുക്കുമില്ലാത്തത് കൊണ്ട്, പ്രവാചകൻ ആ ഹുക്കുമ് പറയാത്തത് കൊണ്ട് പിന്നെ അതിനെ മെഴുകുക അല്ലെങ്കിൽ അതിനെ വെളുപ്പിച്ച് എങ്ങനെങ്കിലൊക്കെ മുറിച്ചെടുത്ത് അതിനെ പാകത്ത ഒരു സംഭവമാക്കി മാറ്റുക എന്നതല്ലാതെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് ഈ വലിയ പണ്ഡിതന്മാർ ഈ ചർച്ചയ്ക്ക് വരാതെ എന്നാൽ ചർച്ച നടത്തി അടിമത്തം സംവാദം നടന്നു എന്ന് പറയുകയും വേണം. എന്നാൽ അത് എന്തെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് നെഗറ്റീവുകളും 99% നെഗറ്റീവുകളും അത് ഷമീർ ഭായിൻ്റെ തലയിൽ ഇടുകയും ചെയ്യുക. ഷമീർ ഭായിനെ സത്യത്തിലൊരു ബലിയാടാക്കുന്ന രൂപത്തിൽ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചതെന്നാണ് എൻ്റെ ഒരു റീഡിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി ഇത്തരത്തിലുള്ള പ്രാകൃതമായ കാര്യങ്ങളെ ഒരു കാരണവശാലും ഒരു മതവും ന്യായീകരിക്കാൻ വരാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അത് ന്യായീകരിക്കാൻ വരുന്നതോടുകൂടെ ആ മതവിശ്വാസം, ആ ഒരു ഐഡിയോളജി പൊളിയാണ് ആക്ച്വലി ചെയ്യുക. അത് ബുദ്ധിയും തിരിച്ചറിവുള്ള ആളുകൾക്ക് അത് ക്ലിയറായിട്ട് മനസ്സിലാകും, അത് പൊളിയും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകളോട് അല്ലെങ്കിൽ യുക്തിവാദി നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളോട് സംവാദം നടത്താൻ വരുന്നത് അങ്ങനെ നടത്തരുത്, അങ്ങനെ നടത്തിയാൽ ഇസ്ലാമിൻ്റെ കടക്ക് കത്തിവെക്കുന്നതാണെന്ന് മോഹ്സിൻ അദീദിനെ പോലുള്ള ആളുകൾ ഈ അടുത്ത കാലഘട്ടത്തിൽ പറഞ്ഞതൊക്കെ അതുകൊണ്ടാണ്. കാരണം ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇസ്ലാമിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ച് കുളമാക്കി അതിനെ പൊളിക്കുന്നതിൽ ഏറിയ പങ്കും വഹിച്ചിട്ടുള്ളത്
ഇവിടുത്തെ ദായികൾ എന്നറിയപ്പെടുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിത പുരോഹിതന്മാരാണ്. സാധാരണ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടോ സംസാരം കൊണ്ടോ ഒന്നും ഇവിടെ ഇസ്ലാമിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത്തരത്തിൽ പബ്ലിക്കിൽ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ശാസ്ത്രം എന്തെങ്കിലും ഒരു കണ്ടെത്താൻ കാത്തിരിക്കും. അതെങ്ങനെങ്കിലും പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിൽ കൊളത്തിടാൻ പറ്റുമോ നോക്കാൻ. എന്തിനാണ് ഈ കള്ളത്തരം കാണിക്കുന്നത്? ആക്ച്വലി അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത ഒരു സംഭവം ഇന്നിപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അറിവ്, അത് ഈ റസൂലിന് അറിയില്ല. ആ റസൂൽ അത് പറഞ്ഞിട്ടില്ല. ആ നബി ആ ആയത്തിന് ആ ഒരു അർത്ഥമോ ആ ഒരു വ്യാഖ്യാനമോ കൊടുത്തിട്ടില്ല. ആ റസൂൽ കൊടുക്കാത്ത അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കൊളത്തിടുമ്പോൾ ആ റസൂൽ തൻ്റെ പ്രവാചകത്വത്തിൽ എന്താ പറയുക നീതി കാണിച്ചിട്ടില്ല എന്നും ഈ ഒരു അറിവ് വഹിയുള്ള റസൂല് നമുക്ക് പറഞ്ഞു തരാതെ വഫാത്തായി പോയി എന്നല്ലേ വരിക. റസൂലിൻ്റെ ആ ഒരു പ്രബോധനം ദഅവത്ത് പൂർത്തീകരിക്കപ്പെടാതെ റസൂല് വഫാത്തായി എന്നല്ലേ വരിക. അപ്പോൾ റസൂലിനെ അങ്ങനെ അപമാനിച്ചാലും റസൂല് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാലും ഏതൊക്കെ നിലക്ക് റസൂലിനെ അപമാനിച്ചാലും അതൊക്കെ നന്മയാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് പാവം വിശ്വാസികളെ പൊട്ടന്മാരാക്കിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിത പുരോഹിതന്മാർ ജീവിച്ചത്. ഇനിയുള്ള കാലഘട്ടം എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ അങ്ങനെ നടക്കില്ല. കാരണം വിശ്വാസികൾ സാധാരണക്കാർ പോലും സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെയൊക്കെ റിയൽ ഫാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് സംസാരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിൻ്റെ തെളിവുകളൊക്കെ ഇന്ന് വിരൽത്തുമ്പിൽ അവൈലബിളാണ്. പണ്ടത്തെ പോലെ ഉസ്താദന്മാർക്കും മൗലവിമാർക്കും മാത്രം തിരിയുന്ന കിതാബും അവരുടെ കൈകളിൽ മാത്രം അട്ടിപ്പേർ അവകാശം വെച്ചുകൊണ്ട് അങ്ങനെ അവരുടെ ഷെൽഫുകളിൽ അട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇന്നില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനൊക്കെ രൂപ ചെലവാക്കി ആ കിതാബ് മദീന മുനവ്വറയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, മക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് പട്ടിൽ പൊതിഞ്ഞ് അതിൽ നിന്ന് അത് പരിശോധിക്കാനായിട്ട് അവിടെ ചെന്ന് ആ കിതാബ് വലിയ ഹോജ തുറന്ന് അതിൻ്റെ മാന പറഞ്ഞ് തന്ന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇന്നില്ല. ഇന്ന് അതൊക്കെ വിരൽ തുമ്പിൽ അവൈലബിളാണ്. അതിൻ്റെ ഏത് ഭാഷയിലേക്കും അത് ട്രാൻസ്ലേഷൻ നടത്തി ആ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയുള്ള കാലഘട്ടമെങ്കിലും ശാസ്ത്രം എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുമ്പോഴത്തേക്ക് അത് ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു ആയത്തിൽ കൊണ്ടുപോയി കൊളത്തിയിടാനോ, അതുപോലെ തന്നെ ഖുർആനിൽ അന്ന് നബിക്ക് അറിയാത്തൊരു വ്യാഖ്യാനം ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനൊരു പുതിയൊരു വ്യാഖ്യാനം കൊടുക്കാനോ ഒന്നും ശ്രമിക്കേണ്ട. പ്രിയപ്പെട്ട മുജാഹിദുകളോട് എനിക്ക് പറയാനുള്ളത്, അമാനു മൗലവിയില്ലേ, മർഹൂം അമാനു മൗലവി, അദ്ദേഹം എഴുതിയ തഫ്സീർ അല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ആ തഫ്സീറിൽ പറഞ്ഞ വ്യാഖ്യാനമില്ലേ, അവിടെ നിൽക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോകല്ലേ ദയവേത്. നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഫ്രാൻസിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ ഉള്ള തഫ്സീറുകൾ കൊണ്ടുവന്നിട്ട്, ചിക്കാഗോയിൽ നിന്നോ എവിടെ നിന്നൊക്കെയാണ് തഫ്സീറുകൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യണത് എന്നുള്ളതാണ് നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ഐദീദ് തങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞ മുഹ്സിൻ ഐദീദ് എന്ന് പറയുന്ന എൻ്റെ പഴയ സുഹൃത്ത് ഈ അടുത്ത കാലഘട്ടത്തിൽ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇസ്ലാമിൻ്റെ കടക്ക് കത്തിവെക്കുകയാണ് എന്ന കാര്യം ദയവ് ചെയ്ത് ഇതൊക്കെ തിരിച്ചറിയൂ. എന്നിട്ട് ഈ മതവിൽപ്പന അവസാനിപ്പിക്കൂ. എന്നിട്ട് നല്ല മനുഷ്യരെ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാൻ ശ്രമിക്കൂ. മതവിൽപ്പന കൊണ്ടൊക്കെ എത്രയെത്ര കുടുംബങ്ങളാണ് ശിഥിലീകരിക്കപ്പെട്ടത്. നിങ്ങൾക്ക് ശരിയാണ് സുഖമായി ജീവിക്കാനുള്ളത്, നിങ്ങൾക്ക് അതുവഴി കിട്ടുന്നുണ്ട്. പക്ഷേ ഇതര മതസ്ഥരായ ആളുകളൊക്കെ എത്രമാത്രം മാനസികമായി വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരവരുടെ മക്കളൊക്കെ ഇത്തരത്തിൽ ദഅവത്ത് എന്നുള്ള ഓമന പേരിൽ ഇസ്ലാമാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് അവരുടെ അത്രയും കാലഘട്ടത്തെ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്നൊരവസ്ഥ വരുമ്പോൾ ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയും അവിടെ വീഴുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും സഹോദരങ്ങളുടെയൊക്കെ കണ്ണുനീരിൻ്റെയൊക്കെ ശാപം
നിങ്ങൾക്കൊന്നും അനുഭവിക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ആ കണ്ണീരൊന്നും വെറുതെ ആകില്ല എന്ന്. അതെന്തുകൊണ്ടാണ്? ദൈവത്തിന് മതമില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് മുമ്പിൽ മനുഷ്യരേയുള്ളൂ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആക്കിയത് നമ്മളാക്കിയതാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ എന്താ പറഞ്ഞത്? നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളും ആക്കിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി. ആരാ ആക്കിയത്? ഇതേ പടച്ചോൻ. ഈ പടച്ചോൻ വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളും ഒക്കെ ആക്കിയിട്ട് മനുഷ്യരായ ഇസ്ലാമിക ദാവത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താ ചെയ്യണത്? അവരതിൽ നിന്ന് പടച്ചോൻ ആക്കി സേഫായി നിർത്തിയ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ ചെന്നിട്ട് ഇസ്ലാമാണ് ശരി, ഇസ്ലാമാണ് ആത്യന്തികമായിട്ടുള്ള മോക്ഷത്തിൻ്റെ ഇത്, സ്വർഗം കിട്ടണമെങ്കിൽ ഇസ്ലാമിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്നാ നിങ്ങൾ തിരിച്ചറിയുക? അവരവർ ജനിച്ച രൂപത്തിൽ അവരവർ ജീവിച്ചു പോയിക്കോട്ടെ. അങ്ങനെ ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ ഈ പറയുന്ന മതമേഖലയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും പരലോകത്തിൻ്റെ കാര്യവും പറഞ്ഞ് ഖബറിൻ്റെ കാര്യവും പറഞ്ഞിട്ട് വിശ്വാസികളെ അവരുടെ ബുദ്ധിയും യുക്തിയൊക്കെ ലോക്കാക്കിയിട്ട് അടിമകളായി അങ്ങനെ നിലനിർത്തുന്ന അടിമ സമ്പ്രദായത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അടിമകളാക്കി നിർത്തുന്ന ഒരവസ്ഥ, അവരുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ ലോക്ക്ഡാണ്. അത് പൊട്ടിച്ച് പുറത്തു ചാടണമെങ്കിൽ എന്നെപ്പോലെ ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ കിട്ടുകയോ അല്ലെങ്കിൽ സ്വയം എഫേർട്ട് എടുത്തിട്ട് ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് തൽക്കാലത്തിൽ ചുരുക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണങ്ങൾ ഇത്തരം സംവാദങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന, അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മതത്തിൻ്റെ ആഴങ്ങളിലുള്ള കാര്യങ്ങൾ ഇന്നതാണെന്ന് വ്യക്തമായി മനസ്സിലായി ഒരു അന്ധമായ വിശ്വാസത്തിനപ്പുറത്തേക്ക് കാര്യങ്ങളെ വിച്ഛേദിച്ച് മനസ്സിലാക്കി തിരിച്ചറിവോടുകൂടി മതത്തിൻ്റെ കാര്യങ്ങളെ സമീപിക്കാനും, അതുപോലെ തന്നെ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യത്വത്തിൽ ഊന്നിക്കൊണ്ട് മതമുള്ളവനെയും മതമില്ലാത്തവനെയും ഒക്കെ ഒരേ രൂപത്തിൽ ചേർത്ത് പിടിക്കാനും സംരക്ഷിക്കാനൊക്കെ കഴിയുന്നൊരവസ്ഥയിലേക്ക് പുതിയ തലമുറ വളർന്നു വരേണ്ടതുണ്ടെന്നും നമ്മുടെ നാടിനും ലോകത്തിനുമൊക്കെ മുതൽക്കൂട്ടാകുന്ന അങ്ങനെ നല്ല രൂപത്തിൽ ജീവിക്കുന്ന, നല്ല വ്യക്തിപരമായി ജീവിക്കുന്ന, ലോകത്തിന് മുഴുവനും മുതൽക്കൂട്ടായൊക്കെ മാറുന്ന ഒരവസ്ഥയിലേക്ക് ഓരോ വ്യക്തിയെയും പരിവർത്തിപ്പിക്കുന്ന തരത്തിലേക്ക് അവിശ്വാസികളും വിശ്വാസികളും എല്ലാവരും ഇത്തരത്തിലുള്ള ചിന്താഗതികളിൽ ഉയർന്ന ചിന്താധാര പുലർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയും അത്തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുകയും ഒക്കെയാണ് ചെയ്യാനുള്ള, അങ്ങനെ അത്തരത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കാനും കൂടിയൊക്കെ ഇത്തരം സംവാദാനന്തരം നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത്തരത്തിൽ തന്നെ പ്രാധാന്യത്തോടു കൂടി ഇതിനെ കാണുകയും ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നതും എന്തുകൊണ്ടാണ് എന്ന് അതിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കി അത്തരത്തിലുള്ള കാര്യങ്ങളെ വിച്ഛേദിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിയാഖത്ത് ഭായി അവിടെ സംവാദവേദിയിൽ ഓതിയ ആ 3-4 ആയത്തുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടത് അടുത്ത വീഡിയോകളിൽ സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. ഇത് ചർച്ച ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഹക്കും ബാത്തിലും ബോധ്യപ്പെടുകയുള്ളൂ, വിശ്വാസികൾക്കായാലും അവിശ്വാസികൾക്കായാലും. അപ്പോൾ അതുകൊണ്ടൊക്കെ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം തിരിച്ചറിവാണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അന്ധമായ വിശ്വാസത്തിനപ്പുറത്ത് തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ, ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ജീവിതത്തെ നോക്കിക്കാണാനും മറ്റുള്ളവരുടെ കണ്ണുനീരിന് കാരണക്കാരാകാതിരിക്കുകയും കണ്ണീരൊപ്പുന്നവരോടൊപ്പം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആധുനിക ധാർമ്മികത നമ്മോട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ചിന്തിക്കാനും മനുഷ്യരെ ഏകോദര സഹോദരങ്ങളായി കാണാനും മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നിൻ്റെയും പേരിൽ അകറ്റി നിർത്താനല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ മനുഷ്യരാണ് എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിക്കാനും ചേർത്ത് പിടിക്കാനും പരസ്പരം ആനന്ദങ്ങൾ സന്തോഷങ്ങൾ പങ്കുവെക്കാനും ദുഃഖത്തിൽ താങ്ങും തണലുമാകാനും ഒക്കെ കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു നല്ല തലമുറയുടെ സൃഷ്ടിപ്പിന് ഇത്തരത്തിലുള്ള സംവാദങ്ങളും അങ്ങനെയുള്ള ചർച്ചകളുമൊക്കെ വഴിയൊരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു.